മൂവാറ്റുപുഴയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. മൂവാറ്റുപുഴയിൽ നിന്ന് പുതുതായി ആരംഭിച്ച ബസ് സർവീസിനെ ചൊല്ലിയായിരുന്നു തർക്കം. ബസ് അനുവദിച്ചതിൽ അവകാശവാദം ഉന്നയിച്ചാണ് LDF UDF പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ബസ്സിലിരിക്കുമ്പോഴാണ് പുറത്ത് പ്രവർത്തകർ അടികൂടിയത്. ബസ് അനുവദിച്ചതിൽ ഇരുവിഭാഗവും തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം താമസിയാതെ അടിപിടിയായി. വണ്ടിയുടെ മുന്നിൽ LDF പ്രവർത്തകർ വെച്ച ഫ്ലെക്സ് UDF പ്രവർത്തകർ നീക്കിയതോടെയാണ് കയ്യാങ്കളിയുണ്ടായത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണെന്നും മൂവാറ്റുപുഴ MLA താനാണെന്നും നാട്ടുകാർക്കറിയാമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. തൊടുപുഴ കല്ലൂർക്കാട് വഴി ആരംഭിച്ച KSRTC ബസ് മാത്യു കുഴൽനാടൻ MLA ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് തൊടുപുഴയിലേക്ക് MLA ബസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്തു. മൂവാറ്റുപുഴയിൽ നിന്ന് കിഴക്കേക്കര രണ്ടാർകോട്ട റോഡ് വഴി അൽ അസർ മെഡിക്കൽ കോളേജിലേക്ക് പുതിയതായി KSRTC ബസ് അനുവദിച്ച LDF സർക്കാരിന് അഭിവാദ്യങ്ങളെന്നാണ് ബാനറിൽ എഴുതിയിരുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.